ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പ്ലാനിങ്ങോട് കൂട്ടിയിട്ട് ഇറങ്ങുന്നതാണ് കേട്ടോ. ചുമ്മാ അങ്ങനെ വീക്കെൻഡിൽ വീട്ടിലിരുന്നപ്പോൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോണത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ദേരയിലുള്ള കാലിക്കറ്റ് കലായി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് പോണത്. ഇപ്പോൾ ഇവിടെ നല്ല ചൂടായിട്ടുണ്ട് തന്നെ നമുക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു കുടയൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. നമ്മൾ വന്നപ്പോൾ തന്നെ അവർ ഇലയൊക്കെ ഇട്ട് തന്നു കേട്ടോ. ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് മീൽസ് ആയിരുന്നു. ഇടയ്ക്ക് എനിക്ക് പുറത്ത് പോകുമ്പോൾ ചോറുണ്ണാനാണ് കേട്ടോ ഇഷ്ടം. അതാകുമ്പോൾ നമുക്കൊരു ചെറിയ സദ്യ കഴിച്ച ഫീലാണ് കിട്ടാറുള്ളത്. സാമ്പാറും ഉപ്പേരിയും അവിയലും മിക്കപ്പോഴും മീൽസ് ഉണ്ടാവാറുണ്ട്, കൂടെ പപ്പടവും പായസവും. അങ്ങനെ ഞാനത് ഓർഡറാക്കി. ഏട്ടൻ പിന്നെ ആളുടെ ഫേവറേറ്റ് ബിരിയാണിയാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. നോർമലായിട്ട് ചിക്കൻ ബിരിയാണിയാണ് കഴിക്കാറുള്ളത്, പക്ഷേ ഇന്ന് ബീഫാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അവന് ഇഷ്ടപ്പെട്ട ഗീ റൈസ് ആൻഡ് ചിക്കൻ കറിയാണ് ഓർഡർ ആക്കിയത്. അവർ ഊണ് പെട്ടെന്ന് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഫുഡ് ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായി. അവരുടെ കുറേ ആയിട്ടും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കഴിച്ച് കഴിയുമ്പോൾ മോന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവരുടെ വന്നു കേട്ടോ. രണ്ടും കൂടി ഒരുമിച്ചാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഫുഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മീൽസ് കുഴപ്പമുണ്ടായിരുന്നില്ല. നമുക്ക് സാമ്പാറൊക്കെ അരച്ച് വെച്ചതായിരുന്നു. പിന്നെ മീൻകറി ഉണ്ടായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബിരിയാണീനെ പറ്റിയും ഗീ റൈസിനെ പറ്റിയും പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും നല്ലതായിരുന്നു. പിന്നെ സ്പെഷ്യലാണെന്നൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷേ നമുക്കിവിടെ സജസ്റ്റ് ചെയ്ത ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ചിക്കൻ ബിരിയാണിയാണ് കഴിക്കേണ്ടതെന്നാണ്. അതായത് ലഗോൺ ചിക്കനൊക്കെയാണ് തോന്നുന്നുണ്ട്. പക്ഷേ നമ്മൾ ആരും അത് ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളത് വിട്ടുപോയി. പിന്നെ നമ്മൾ ഓർഡർ ആക്കിയതിൻ്റെ ശേഷമാണ് അങ്ങനെ ഒരു കാര്യം ഓർത്തത്. ചിക്കൻ സ്പെഷ്യലായിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഏതായാലും അത് കഴിച്ചില്ല. ഇനി പിന്നെ ഒരു വട്ടം വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോകുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ മോനൊരു മാംഗോ മിഠായി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഫസ്റ്റ് ടൈമാണ് അവന് കഴിക്കുന്നത് എനിക്ക് തോന്നുന്നത്. അവന് കഴിച്ചപ്പോൾ ഇഷ്ടമായിട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് ആൾ വരുന്നത്. ചുമ്മാ അവിടെ കിടന്ന് കളിച്ചിട്ടൊക്കെ വരികയാണ് സ്റ്റെപ്പിലൊക്കെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പോണത് നെക്സ്റ്റ് പ്ലാൻ ചെയ്ത സ്ഥലത്താണ്. ഇത് നമ്മളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ. നമ്മൾ വല്ലപ്പോഴൊക്കെ സ്പെഷ്യലായിട്ട് ഫോട്ടോ എടുക്കണം എന്നൊക്കെ തോന്നാറുള്ളപ്പോൾ മിക്കപ്പോഴും ഇങ്ങോട്ടേക്കാണ് വരാറുള്ളത്. നമ്മൾ പോണത് ക്രീക്ക് ഹാർബറിലാണ്. വളരെ റിലാക്സ് ചെയ്തിരിക്കാനും നല്ലൊരു സൺസെറ്റൊക്കെ കാണാനും പറ്റിയ അടിപൊളി സ്ഥലമാണിത്. പോരാത്തതിന് ഫ്രീ എൻട്രിയും പാർക്കിങ്ങാണ്. പിന്നെ നമുക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ മോൻ്റെ ബർത്ത്ഡേ ഒക്കെ ആവാറായപ്പോൾ ഒരു വീഡിയോ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതാട്ടോ. ചുമ്മാ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഐഡിയ തോന്നിയതാണ്, വെറുതെ ഒന്ന് അവിടെ പോയിട്ട് വീഡിയോ എടുത്താലോ എന്നുള്ളത്. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്ന ഒരു 4 മണി ആയപ്പോഴാണ്. പക്ഷേ ഭയങ്കര പൊരിഞ്ഞ വെയിലായിരുന്നു, നല്ല ചൂടും, നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മോൻ അവിടെ നിന്ന് പോവാന്നൊക്കെ പറയണത്. ഇവിടെ ഈവനിങ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലേസാണ് കേട്ടോ. നല്ല വ്യൂ ആണ്. നമുക്ക് ഇവിടുന്ന് ബുർജ് ഖലീഫ പിന്നെ മേജർ ടവേഴ്സൊക്കെ കാണാൻ പറ്റും. സ്കൈ ലൈൻ വ്യൂ ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഇതൊരു ഓപ്പണിംഗ് പ്ലേസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ. നമുക്കിവിടെ ജോഗിങ് ട്രാക്ക് ഉണ്ട്. പിന്നെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയൊരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇഷ്ടമാവും. അങ്ങനെ നമ്മൾ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് 20 മിനിറ്റ്സ് അവിടെ സ്പെൻഡ് ചെയ്തു. വീഡിയോ ഒക്കെ പറ്റുന്ന പോലെ എടുത്തു. നമ്മൾ അതിന് മാത്രമൊന്നും റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലായിടത്തും ഒരേപോലെ സീറ്റിംഗ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പോലും ഏതെങ്കിലും അന്ന് എടുത്തൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു റീക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. തിരിച്ചു പോണ വഴി തന്നെ മോന് ഭയങ്കര ഉറക്കമൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഉറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.